ശക്തമാക്കുന്നൊരു നിയമനിർമ്മാണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ടു ഫോറസ്റ്റ് ആക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിൽ കനത്ത എതിർപ്പ് നേരിടേണ്ടി വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ജനക്ഷേമകരമായ മൻരേഗ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനപ്രിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകമുലയുന്ന ഘട്ടത്തിലും ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്ഥിരതയോടുകൂടി നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരിക്കലും രാജ്യത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട തരത്തിൽ വിലയിരുത്തപ്പെടാതെ പോയ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്, ഭരണ നേതൃത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാജ്ഘട്ടിൽ സമാധി സ്ഥലം ഒരുക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. 10 വർഷം പ്രധാനമന്ത്രി, 5 വർഷം ധനമന്ത്രി, RBI ഗവർണർ, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങി മറ്റാരേക്കാളും നിർണായകമായ സംഭാവനകൾ രാജ്യത്തിന് നൽകിയ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കേണ്ടത് രാജ്ഘട്ടിൽ തന്നെയായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല. സമുചിതമായ സ്മാരകം തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ വളരെ അഭിമാനബോധത്തോടു കൂടി ഈ അവസരത്തിൽ ആദരവർപ്പിക്കുകയാണ്.